ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൈനീസ് ബേർഡ്സിനെ നമുക്ക് ഹാങ്ങിങ് ആക്കി എടുക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. എത്ര വലിയ പ്ലാന്റ് ആയാലും അതിൻ്റെ തണ്ടുകൾ കിളിപ്പിച്ച് നമുക്ക് ഹാങ്ങിങ് ആക്കി നമുക്ക് ഇതുപോലെ പടത്തി നമുക്ക് നല്ല നല്ല പ്ലാന്റുകളാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നിറയെ പൂക്കളാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ പുതിയ പ്ലാന്റ് ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇത് ഇപ്പം പൂക്കളായില്ല, മൊട്ടുകളായി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ് ഇത്രയും ഹൈറ്റേ വരത്തുള്ളൂ, ഇതിൽ ഹൈറ്റ് വരത്തില്ല. ഇത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പ്ലാന്റിൽ, അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വലിയ പ്ലാന്റ് ആയിരിക്കും. ആ പ്ലാന്റിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് ആ രീതി, എല്ലാ രീതിയും നമ്മൾ കാണിച്ചു തരുന്നതാണ് എങ്ങനെ ചെയ്യുന്നുള്ള രീതി. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. വീഡിയോ കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ആദ്യം കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഹാങ്ങിങ് ചൈനീസ് ബേർഡ്സിൻ്റെ പ്ലാന്റിലാക്കുന്നതിന് വേണ്ടി നമ്മൾ 2 തൈകളെ നമ്മൾ കിളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ജിഫിക്കകത്താണ് കിളിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ 2 തൈ നല്ല ഉഷാറായ നല്ല തൈകളാണ് ഈ രണ്ടും. ഇത്രയും ഹൈറ്റിലാണ് തൈ കിളിച്ചിരിക്കുന്നത്. ഈ ഒരു തൈയാണ് നമ്മൾ ഹാങ്ങിങ് ആക്കി മാറ്റാൻ പോകുന്നത്, വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നു പറഞ്ഞാൽ 2 തൈകളെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പോട്ടിനകത്ത് കുറച്ച് ബെർമി കമ്പോസ്റ്റ് എടുത്തു. ബെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ആയാലും മതി. പിന്നെ ഉണങ്ങിയ മണ്ണ് എടുത്തിട്ടുണ്ട്, ശകലം മണ്ണ് എടുത്തിട്ടുണ്ട്. ഒത്തിരി മണ്ണൊന്നും വേണ്ട, ഒത്തിരി വലിയ കല്ലൊക്കെ മാറ്റിയ മണ്ണായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത എടുത്തെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറാണ് എടുത്തത്. ചകിരിച്ചോറ് കണ്ടാൽ കറുത്തിരിക്കുന്നു, നമ്മൾ വിചാരിക്കുന്നത് കറുത്തിരിക്കുന്നത് എന്താ വിചാരിക്കും. ഇത് NPK ചകിരിച്ചോറാണ്. പിന്നെ ഹൈഡ്രൻ ബ്രോസ് എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ എപ്പോഴും ഞാനെന്നെങ്കിൽ കൈയൊക്കെ സാഫ് ചെയ്തിട്ടേ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ ഓരോ പ്ലാന്റ് സെൻസിറ്റീവ് പ്ലാന്റുകളെല്ലാം കട്ട് ചെയ്യത്തുള്ളൂ. അത് പെറ്റുമണി ആയാലും ചൈനീസ് സോൾസ് ആയാലും ഏത് സെൻസിറ്റീവ് പ്ലാന്റുകളും തുടങ്ങുമ്പോൾ നമ്മൾ കത്രികളും എല്ലാം നമ്മൾ ശരിക്കും ഫംഗസ് മുക്തമാക്കാതെ നമ്മൾ ഒന്നും ചെയ്യാറില്ല. അത്രയും ചെയ്യണം നമ്മൾ എപ്പോഴും. അപ്പം നമ്മൾ ഈ നടുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത്. അപ്പം ഈ പ്ലാന്റിനെയാണ് നടുന്നത്. അപ്പം ഈ കാണുന്ന ഇത്ര ഐറ്റം നമുക്ക് ആവശ്യമുണ്ട്. ഡിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കൂട്ടാൻ വേണ്ടിയാണ് ഡിഷ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പ്ലാന്റ് നടാം. പ്ലാന്റ് നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്ക് ആദ്യം നല്ലൊരു പോട്ട് മിക്സ് തയ്യാറാക്കണം. എപ്പോഴും പോട്ട് മിക്സ് നല്ലതല്ലെങ്കിൽ പ്ലാന്റുകൾ ശക്തിയോടെ കിളിക്കത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ ശകലം മണ്ണെടുക്കുവാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കളയുക. ചെറിയ കല്ലുകൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ആകാവൂ. അധികം മണ്ണ് വേണ്ട ആവശ്യമില്ല. ഒരു പോട്ടിലേക്ക് ഇത്രയും മണ്ണ് മതി. കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെർമി കമ്പോസ്റ്റ് അത് ആവശ്യത്തിന് മാത്രം മതി. ജസ്റ്റ് ക്ലിച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒരു വെർമി കമ്പോസ്റ്റ് ചേർക്കുന്നു. പിന്നീട് നമ്മൾ കിളിച്ച് നല്ല ഉഷാറാകുമ്പോൾ നമ്മൾ വെർമി കമ്പോസ്റ്റ് ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റിൽ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ കൂടുതലായിട്ടും ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ചകിരിച്ചോറാണ് കൂടുതലിട്ടത്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും ചകിരിച്ചോറ് നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കുക. ഇത് കൂട്ടി ശരിക്കും ഇളക്കി തയ്യാറാക്കണം. ഇതിപ്പോൾ നമ്മളാണെങ്കിൽ പോട്ട് മിക്സ് തയ്യാറാക്കി കഴിഞ്ഞു. ഇത്രയും പോട്ട് മിക്സ് തയ്യാറാക്കാനുള്ള സംഭവമേ ഉള്ളൂ. ചകിരിച്ചോറ് കൂടുതൽ വേണം, മണ്ണ് കുറച്ച് മതി, വെർമി കമ്പോസ്റ്റും കുറച്ച് മതി, കിളിച്ച് വരുന്നിടം വരെ. കിളിച്ച് കഴിഞ്ഞ് പിന്നെ വെർമി കമ്പോസ്റ്റും ചകിരിച്ചോറും പിന്നെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 15 ദിവസം കൂടുമ്പോൾ നമ്മൾ നല്ല ഫസ്റ്റ് നമ്മൾ ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും ചേർത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടി പറഞ്ഞാൽ പ്ലാന്റ് കട്ട് ചെയ്യണം. ഈ പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ ഈ ഒരില വിട്ട് ഇവിടെ കട്ട് ചെയ്യാവൂ. ഈ ഒരു ലീഫ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. 2 ലീഫ് ഇടണ്ട. 2 ലീഫ് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഹൈറ്റിൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ലീഫ് വിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യണം. അത് നമ്മൾ കാണിക്കാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ആദ്യം ബ്ലേഡ് നമ്മളൊന്ന് ശരിയായിട്ടൊന്ന് ഹൈഡ്രൻ ബ്രോസർ ഒഴിച്ച് നമ്മൾ കൈയെല്ലാം ഒന്ന് നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ കട്ട് ചെയ്ത് കളയുന്ന ഭാഗം വേണേൽ പിന്നെയും ക്ലിപ്പിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുപോലെ ഒരില വിട്ട് നമ്മൾ മേലോട്ട് ഇത്രയും ഹൈറ്റ് നമ്മൾ കട്ട് ചെയ്തു. ഇത്രയും ഹൈറ്റ് കൊടുക്കുന്ന എന്തിനാണെന്ന് പിന്നെ കാണിച്ചു തരാം എന്തിനാണെന്ന്. കട്ട് ചെയ്തു. അടുത്തതിന് നമ്മൾ ഒരു ലീഫ് വിട്ട് മേലിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഈ രണ്ടും വേണേൽ നമുക്ക് പിന്നെ നട്ട് കിളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത പ്ലാന്റാണ് നമ്മൾ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഹാങ് ചെയ്യാൻ ജിഫിക്കലെ പ്ലാന്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ജിബിയുടെ അടിഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. ഇങ്ങനെ ക്രോസ് കട്ട് ചെയ്യണം, ഇങ്ങനെ ഇതേപോലെ ക്രോസ്. അത് കഴിഞ്ഞ് മേളിൽ നിന്ന് സൈഡിൽ നിന്ന് 2 സൈഡായിട്ട് ഈ ജിബിയുടെ നെറ്റ് അത് ദ്രവിച്ച് മാറിയില്ലെങ്കിൽ ഇതിനകത്ത് വേര് തിങ്ങി നിന്ന്
വീർത്ത് പ്ലാന്റ് വല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ 2 സൈഡേ കട്ട് ചെയ്യാവും. നെറ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല. പലരും നെറ്റ് എടുത്ത് മാറ്റാറുണ്ട്. നെറ്റ് അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പ്ലാന്റ് അഴുക്കായി പോകും, റൂട്ട് പൊട്ടിപ്പോവും. പൊട്ടിപ്പോകുന്ന പറഞ്ഞാൽ ഇതുപോലെ റൂട്ടാണ്. ആ റൂട്ടെല്ലാം പൊട്ടിപ്പോവുകയും പ്ലാന്റ് കേടായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതില്ലെങ്കിൽ സൈഡ് 2 സൈഡും കട്ട് ചെയ്ത് അടിഭാഗത്തിനും ഇങ്ങനെ ക്രോസ് കട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇത് ദ്രവിച്ച് പോയില്ലെങ്കിലും വിഷയമില്ല. പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ആദ്യം നടുന്ന പോട്ട് എടുത്തു. പോട്ടിൽ ശാലം പോട്ട് മിക്സ് ഇട്ട് കൊടുത്തപ്പോൾ അടിയിലിട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഇത്രയും പോട്ട് മിക്സ് മതി നമ്മൾ അടിയിലിട്ട് കൊടുത്താൽ മതി. അടിയിൽ ആദ്യം ഇടുമ്പോൾ പിന്നെ ഈ 2 പ്ലാന്റിനെ നമ്മൾ ഇതുപോലെ നട്ടു കൊടുക്കുക. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നട്ട് കഴിഞ്ഞ ടെക്നിക്കുണ്ട്. അതാണ് നമുക്ക് അറിയേണ്ടത്. അത് നമ്മൾ നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇതോട് തീർന്നില്ല, മെയിൻ കാര്യം കിടക്കുന്നതേ ഉള്ളൂ. നട്ട് കഴിഞ്ഞാണ് നമ്മൾ മെയിൻ കാര്യം ചെയ്യുന്നത്. ഇത് ഹാങ്ങിങ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം. നട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിന് വെള്ളം കൊടുക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഹാങ്ങിങ്ങിലേക്ക് തിരിക്കുന്നത്, ഈ പ്ലാന്റിനെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഹാങ്ങിങ് ആക്കാൻ എങ്ങനെ തിരിക്കുന്നത് വിചാരിക്കും. അതാണ് കാണാൻ പോകുന്ന വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടിപ്സ് എല്ലാവരും നോക്കി അതുപോലെ തന്നെ പ്ലാന്റ് നട്ട് സക്സസ് ആയെങ്കിൽ പറയണം എങ്ങനെയാണെന്ന് കിട്ടിയെന്നുള്ള കാര്യം. ഞാൻ ഇത് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് കാണിക്കുന്നതാണ്. നമ്മുടെ ഈ മുറിച്ചൊരു ബ്ലേഡ് എടുക്കുക. ആ ബ്ലേഡിൻ്റെ മണ്ട കൊണ്ട് ഇതുപോലെ നമ്മളെ മണ്ടയ്ക്ക് ഈ കട്ട് ചെയ്ത ഭാഗത്തുണ്ട് ഇങ്ങനെ ശകലം താപ്പോട്ട് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് താപ്പോട്ട് കട്ട് ചെയ്യുക. ഈ 1/2 ഇഞ്ച് കട്ട് ചെയ്താൽ മാത്രം മതി. നാളെ ഈ വെള്ളം മാറുമ്പോൾ ഉടനെ ഇത് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാണിക്കാം. ഇപ്പോൾ ഞാനത് പഴയ ഒരു പ്ലാന്റ് നട്ടത് കാണിക്കാം. അപ്പോൾ മനസ്സിലാവത്തുള്ളത് എങ്ങനെയാണ്. ഇത്രയും ചെയ്താൽ മാത്രം മതി. ഇത് മേപ്പോട്ടൊരു തണ്ട് കിളിച്ച് വരത്തില്ല. അതിന് മേപ്പോട്ട് ഈ സൈഡിൽ നിന്നുള്ള തണ്ടുകൾ കിളിക്കത്തുള്ളൂ. എല്ലാം കിളിച്ച് നല്ല ഹാങ്ങായി നമ്മൾ ശരിക്കും നല്ലൊരു ഹാങ്ങിങ് ചൈനീസ് ബോൾസും ആയി തീരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നടുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഹാങ്ങിങ് ചൈനീസ് ബോൾസും ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ നട്ട ഒരു അപ്ഡേറ്റ് കാണിക്കാം. ഈ കാണുന്നത് ചൈനീസ് ബോൾസ് മേളിൽ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഇത് കട്ട് ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടല്ലോ ഈ ചൈനീസ് ബോൾസിനകത്ത്. അപ്പോൾ ആ വെള്ളം വലിഞ്ഞ് മാറുമ്പോൾ ഇതുപോലെ പിളർന്ന് ഇങ്ങനെ 2 സൈഡിലോട്ട് മാറും. ഇങ്ങനെ 2 സൈഡിലോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിൽ നിന്നൊന്നും എത്ത് പൊട്ടി മേപ്പോട്ട് പോകത്തില്ല. 2 സൈഡിൽ നിന്ന് എത്ത് പൊട്ടത്തുള്ളൂ. ഇങ്ങനെയാണ് കിളിച്ച് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പിളർന്നങ്ങ് മാറും മണ്ടയ്ക്ക് വന്ന്. അതാ വേട് എന്തുകൊണ്ട് ശകലം ഒന്ന് താപ്പോട്ട് അമർത്തി കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഇരിക്കും, മണ്ടഭാഗം നിൽക്കും. പിന്നെ ഒരിക്കലും നമ്മൾ മേപ്പോട്ട് ഒരു ഒറ്റ തണ്ട് പോലും കിളിച്ച് പോകത്തില്ല. അങ്ങനെ കിളിപ്പിച്ച ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. ചൈനീസ് ബോൾസിൻ്റെ ഡബിളാണ് ഈ കാണുന്നത്. മുട്ടുകളൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകളൊക്കെ പൂ വിരിയാൻ സമ്മതിക്കത്തില്ല കിളികൾ. ഇത് ഡബിൾ ആയതുകൊണ്ട് വലിയ പൂവിനെ മുട്ടായിട്ടാണ് വരുമ്പോൾ ഈ കിളികൾ വന്ന് ഈ മുട്ടങ്ങ് കുത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു ഫ്ലവർ പോലും വിരിയാൻ സമ്മതിക്കത്തില്ല. ഹാങ്ങിങ് ആയതുകൊണ്ട് അല്ല നിലത്തിരിക്കുന്നതെല്ലാം നിറച്ച് പൂക്കളുണ്ട്. ഇതാണ് അപ്ഡേഷൻ. ഇതാണ് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ പ്ലാന്റ് ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ സിംഗിളിൻ്റെയും ഡബിളിൻ്റെയും എല്ലാം പ്ലാന്റുകൾ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ആരും മറക്കരുത്.